പുതിയൊരു വാർത്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ 3,00,000 പട്ടികജാതി വിഭാഗക്കാർക്ക് ഭൂമിയില്ല എന്നാണ് പുതുതായിട്ട് വരുന്ന വാർത്ത. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളം പലപ്പോഴും റിസർവേഷൻ്റെ കാര്യത്തിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെയുള്ള ആളുകളെ കുറ്റം പറയുമ്പോഴും ഇന്നും ഭൂമിയില്ലാത്ത ഒരു വിഭാഗം ജനത നമ്മുടെ കേരളത്തിൽ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സർക്കാർ മറ്റൊരു പദ്ധതി കൊണ്ടുവന്നത്. 10 സെൻറ്റിന് മുകളിൽ 10 സെൻറ്റ് വരെ ഉള്ള വസ്തുവിൽ അത് നിലമല്ലാത്ത തണ്ണീർത്തടം അത് അവിടെ വീട് വയ്ക്കാമെന്നൊരു പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നു. അതായത് 10 സെക്കൻഡിനുള്ളിലുള്ള വസ്തു നിങ്ങൾക്കുണ്ട്, അത് തണ്ണീർത്തടത്തിലാണെങ്കിൽ അത് അവിടെ ആ ഭൂമിയിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാം. നേരത്തെ അത് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിയമ ഭേദഗതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നു. അത് ഒരുപാട് പാവപ്പെട്ടവർക്ക് എന്തായാലും ഗുണമായി. കാരണം ഒരു 5 സെൻറ്റ് വാങ്ങിച്ചോ അല്ലെങ്കിൽ 10 സെൻറ്റ് വാങ്ങിച്ചോ ഒരു വീട് വയ്ക്കാമെന്ന് കരുതുന്നവർക്ക് അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര തുകയായിരിക്കും. അല്ലെങ്കിൽ പലപ്പോഴും നിലത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു തണ്ണീർത്തടം എന്ന പേരിൽ, അതായത് നമ്മുടെ പട്ടയം നോക്കുമ്പോൾ അതിൽ തണ്ണീർത്തടമായിരിക്കും, അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നിലമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഭൂമികളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭൂമിയിലൊക്കെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന, അത് എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണപ്പെട്ടവരുടെ കയ്യിലായിരിക്കും ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കൂടുതലുള്ളത്. അവരൊരു പുരയിടം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെയേറെ നൂലാമാലകളാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊണ്ടുവന്ന നല്ലൊരു പദ്ധതിയായിരുന്നു 10 സെൻറ്റിനകത്ത് ഉള്ള തണ്ണീർത്തടങ്ങളിൽ വീട് വയ്ക്കാമെന്നൊരു നിബന്ധന. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കും കൂടി എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരണ്ടേ? തീർച്ചയായിട്ടും. കാരണം മറ്റേ നമ്മുടെ ലൈഫ് പദ്ധതി വന്ന സമയത്ത് തന്നെ വിമർശനം കൂടിയതായിരുന്നു. ഭൂമിയുള്ളവർക്ക് മാത്രമേ ഈ ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ കിട്ടുള്ളൂ എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പം ഇതിനകത്തിൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് 5736ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് ആണ് ഭൂമി ഇല്ലാത്തത്. പല ആദിവാസി കുടുംബങ്ങളുടെയും ഒരു അവസ്ഥകളിലേക്കൊക്കെ ഉള്ളറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭൂമി ഇല്ലാത്തത് കൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഗവൺമെന്റിന്റെ പല ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടില്ല. ഭൂമിയുള്ളവർക്ക് മാത്രമേ കരം തീർത്ത രസീത് ഉൾപ്പെടെ കൊണ്ടുപോയി കൊടുത്തിട്ട് പല ആനുകൂല്യങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയുടെ കിസാൻ ആണെങ്കിലും എന്തിനു വേണമെങ്കിലും ഈ ഒരു കരം തീർത്ത രസീത് ഉൾപ്പെടെയുള്ള റേഷൻ ആണെങ്കിലും പല കാർഡുകളും ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞെങ്കിൽ ഇതൊന്നും കിട്ടില്ല. ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും അടിസ്ഥാന വർഗത്തിന്റെ ആ ഒരു പ്രതീകമായി തള്ളപ്പെട്ട് അതായത് അവർക്ക് വസ്തുവില്ല, അതുകൊണ്ട് വീടില്ല, അതുകൊണ്ട് തന്നെ റേഷൻ ഇല്ല, ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം. അവർ എവിടെ പോയി ജീവിക്കും? ഇങ്ങനെയുള്ള മനുഷ്യർ കൂടും വീടും ഉപയോഗിച്ച് ചെറിയ ടെൻറ്റുകൾ കെട്ടി താമസിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട്. സർക്കാർ പല രീതിയിലുള്ള പല പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും നിൽക്കുകയാണ്. പാവപ്പെട്ടവർ എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വീടുണ്ടാകാം, അവർക്ക് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ കഴിയാതെയോ, ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് പട്ടിണി ഉണ്ടാകുന്നത് വീടുകളിൽ. സാധാരണപ്പെട്ട കുടുംബങ്ങളായി വരുന്നത് ചെറിയൊരു വീടായിരിക്കും. അവിടെ അന്നം കൊണ്ടുവരുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടിരിക്കുന്ന ഗൃഹസ്ഥനായിരിക്കും. ആ ഗൃഹസ്ഥൻ എന്തെങ്കിലും അസുഖം പറ്റി കഴിഞ്ഞാൽ മറ്റൊരാൾക്കും കൂടെ ജോലിക്ക് പോകാൻ കിടത്തില്ല. കാരണം അദ്ദേഹം കിടപ്പാണെങ്കിൽ അദ്ദേഹത്തെ നോക്കാൻ ഒരാൾ വേണം. അങ്ങനെ ജോലിക്കൊന്നും പോകാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം വരുന്ന, അങ്ങനെ പാവപ്പെട്ടവരായി കൺസിഡർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യരല്ലേ യഥാർത്ഥത്തിൽ ദരിദ്രർ എന്ന് നമ്മൾ പറയേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം. നമ്മൾ പലയിടത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാണുന്ന കാര്യമാണ്, തെരുവോരങ്ങളിൽ നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർ കിടക്കുന്നത് കാണും. ഒരുപാട് ആൾക്കാർ, നമ്മൾ ഇപ്പോൾ ആലുവയിലാണെങ്കിൽ ആലുവയിൽ തന്നെ ഇറങ്ങുമ്പോൾ കാണാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും, ഇവരിനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതാണോ, ഇനി എന്തുകൊണ്ടായിരിക്കും? ഇനി വലിയ പ്രായമില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് ആ ഒരു ഏജ് ഉള്ളവരുണ്ട്, അത് തൊട്ട് മോളേക്കുള്ള എല്ലാവരെയും കാണുന്നുണ്ട്. അപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ വീടും കൂടും ഇല്ലാതെ ഇവരെ മുഴുവൻ സാധനങ്ങളും കയ്യിലുണ്ടായിരിക്കും, അതുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഇവർക്ക് കൃത്യമായിട്ട് ഒരു ഭൂമി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ ഒരു സ്ഥലത്തുനിന്ന് കൂടുമാറുന്ന ഒരു രീതി തന്നെയായിരിക്കും. കൂടുതൽ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ആളുകളാണ് അങ്ങനെ വന്ന് കിടക്കുന്നത്. അതായത് വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ മക്കൾ നോക്കാനില്ലാത്ത, ആരുമില്ലാത്ത അനാഥരായിട്ടുള്ള മനുഷ്യർ, അവർക്ക് വീടും ഒന്നുമില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അവർ തെരുവിലേക്ക് ഇറങ്ങും. തെരുവിൽ അവിടെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ, അങ്ങനെ ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ഭൂമിയുടെ വെറുതെ കിടപ്പുണ്ട്. പാട്ടഭൂമി ആണെങ്കിൽ കൂടി ഈ പാട്ടഭൂമിയൊക്കെ മറ്റുള്ളവർക്ക് വ്യവസായികപരമായിട്ടൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ പദ്ധതികളാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് ഇത്തരം ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ കൊടുക്കാത്തത്? അത് സർക്കാർ എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അതായത് അവർക്ക് വീടില്ല, കുടിയില്ല, റേഷനില്ല, ഒന്നും തന്നെയില്ല. ജീവിതത്തിൽ അവർക്ക്
സർക്കാർ കൊടുക്കുന്ന ഒരു ആനുകൂല്യം പോലും പറ്റാനുള്ള ഒരു കഴിവ് ഇല്ലാതെ അവർ ഒരു വീണ്ടും കൊടും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ. അവർ ചിലപ്പോൾ ഒരു ടെന്റ് കെട്ടിയിട്ടായിരിക്കും താമസിക്കുക. ആ ടെന്റിനകത്ത് ഒന്നും കാണത്തില്ല. അരിയാഹാരം പോലും ആരുടെയെങ്കിലും അല്ലെങ്കിൽ അന്നന്ന് പോയി കൊണ്ടുവരുന്ന ആഹാരം വെച്ച് കഴിക്കുന്നു. അതിനുള്ള മാർഗം മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ നമ്മള് ആ ഒരു സമയത്താണ് സ്മരിക്കേണ്ടത്. മധുവിനെ സംബന്ധിച്ച് മധു വളരെ ഈ ഒരു സാഹചര്യം പോലെ സ്വന്തമായിട്ടൊരു നല്ല ഒരു അടച്ചുറപ്പുള്ള വീടോ അല്ലെങ്കിൽ ഭൂമിയോ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല മധു. ആ പട്ടിണിയുടെ ഒരു തീവ്രമായ വശം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു അരിമരം മോഷ്ടിച്ചത്. അല്ല, മധുവിനെ പോലുള്ള ആളുകളെ നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആഹാരത്തിന് വേണ്ടിയിട്ടാണ് മോഷണം ചെയ്തത്. അരിയാണ് മോഷ്ടിച്ചത്. അദ്ദേഹം കൊടും വിശപ്പ് കൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ഓർത്തിട്ട് അദ്ദേഹം ജോലി കഴിഞ്ഞ് പോയി വരുന്നത് നോക്കി അദ്ദേഹത്തിന്റെ വീട്ടുകാർ കാവലിരിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും കൊണ്ടു ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യം. ജോലി കിട്ടുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല. അപ്പോൾ എന്തു ചെയ്തു? കുറച്ച് അരി അദ്ദേഹം മോഷ്ടിച്ചു. അതിനാണ് ആൾക്കൂട്ട വിചാരണ ചെയ്ത് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞത്. ഇന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എത്രയോ ആൾക്കാർ ഈ ആദിവാസി വിഭാഗത്തിന്റെ ആണല്ലോ ഇപ്പൊ റിപ്പോർട്ട് വന്നത്. ഇപ്പൊ ആദിവാസി വിഭാഗത്ത് തന്നെ സ്ത്രീകള് പ്രസവിക്കാനൊക്കെ എത്രയോ കുട്ടികൾ പോകുന്ന വഴിക്കൊക്കെ മരിച്ചു പോകുന്ന കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു നാട്ടുപുറമാണെങ്കിലും എല്ലായിടത്താണെങ്കിലും ഒരു പ്രസവം ആകുമ്പോഴത്തേക്ക് ഒരു 5 ദിവസം 10 ദിവസം മുമ്പൊക്കെ ഡേറ്റ് എടുത്ത് ആശുപത്രിയിൽ പോയി കിടക്കും. പക്ഷെ ഇവർക്ക് അവർ ട്രാവൽ ചെയ്യാൻ പോലെ പല ഒരു പുഴയൊക്കെ താണ്ടി അവരെ കൊണ്ടുവരുന്ന രീതി തന്നെ ഒന്ന് കാണണം. ആ ഒരു പലരും വഴി വെച്ച് പ്രസവിക്കും അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പ്രസവിച്ചു നിരവധി കുട്ടികളെയൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്ന രീതിയുണ്ട്. അതിനുശേഷം ആശുപത്രിയിലേക്ക് വന്ന് ഇവര് തിരിച്ചു വരുമ്പോൾ പല ആൾക്കാരും ഇവരുടെ വീടും സാഹചര്യം അന്വേഷിച്ചു ആ ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ കാണുന്നത്. ഒരു ചെറിയ ഷെഡായിരിക്കും, അതിന് വീടൊന്നും പറയാൻ പറ്റില്ല. അവിടെ 3, 4, 5 അംഗങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു അടച്ചുറപ്പുള്ളൊരു മുറി പോലും ഇല്ല. വന്യജീവികൾ ഉൾപ്പെടെ വരികയും പോവുകയും ചെയ്ത അവരുടെ ഒരു ജീവിത സാഹചര്യമാണത്. ഇപ്പൊ ആ കുടുംബനാഥൻ വല്ലതും നഷ്ടപ്പെട്ട് ഇവർ മുഴുവൻ തെരുവിലാകുമ്പോഴായിരിക്കും പല മാധ്യമങ്ങളും അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും എന്താ ഇങ്ങനെയും നമ്മുടെ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മളുടെ ചുറ്റുപാട് നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ അപൂർവമായി കാണുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. നോർത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമകളിലാണെങ്കിൽ കൂടി നോർത്തിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ കുംഭമേളയുടെ അതിവിശിഷ്ടമായ കാര്യങ്ങൾ പറയുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുംഭമേളയ്ക്ക് മറ്റൊരു വശം കൂടെ ഉണ്ടെന്ന്. അതിന്റെ അപ്പുറത്ത് മലിനജലത്തിന്റെ അപ്പുറത്ത് ചെറിയ ചെറിയ കൂട് മാതിരി കൂട്ടി ജനങ്ങൾ അവരുടെ എല്ലാം ഇപ്പൊ ശൗചാലയമാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഒരുമിച്ചാണ് പാകം ചെയ്യുന്നതും വിസർജനമാണെങ്കിലും എല്ലാം ഒരുമിച്ച്. അതിന്റെ മോശം വശത്തെ പറ്റിയൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിചാരിക്കും അതങ്ങ് നോർത്തിലല്ലേ, ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായിട്ടൊരു ഭൂമി ഇല്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഭൂമി വേണമെന്നുണ്ടെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള പിന്നാലെ നടക്കുന്നത്. ഇവർക്ക് പക്ഷെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരില്ല. അല്ലെങ്കിൽ ഇവർ അങ്ങനെ ജീവിച്ച് ഒരു അടിസ്ഥാന വർഗമായി തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഏത് സർക്കാർ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെ സർക്കാരിനെ നമ്മൾ പറയാൻ കാരണം അവർ നമ്മൾ ന്യൂനപക്ഷത്തിനെ കൂടുതലായിട്ടും ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരാണ്. അതാണ് അവരുടെ ഐഡിയോളജി. അപ്പോൾ കൂടുതലായിട്ടും ഇവർക്കൊക്കെ ഭൂമി കൊടുക്കേണ്ട ഒരു പദ്ധതി കൊണ്ടുവരേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ആവശ്യം തന്നെയല്ലായിരുന്നു. അല്ല, പട്ടയം ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും പട്ടയം കൊടുക്കുമ്പോൾ അവിടെ ഓൾറെഡി ചിലപ്പോൾ ഒരു വീടൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് പട്ടയം കൊടുക്കാൻ പാകത്തിന് പോലും വീടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവര് ചിലപ്പോൾ സർക്കാർ ഭൂമികളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ ചെറിയ ടെന്റ് കെട്ടി താമസിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നുമില്ല, അവരുടെ കയ്യിൽ പുറമ്പോക്ക് ഭൂമിയിലൊക്കെ കുടിയേറി താമസിക്കുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. കാരണം അത് അനധികൃതമായിട്ട് കയറി താമസിക്കുന്ന അവരെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് ഈ വയൽ നികത്തി, നേരത്തെ പറഞ്ഞ പോലെ വയലൊക്കെ നികത്തിയിട്ട് വീട് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു സാധാരണക്കാരാണെങ്കിൽ അതിനെതിരെ നല്ല രീതിയിൽ നടപടി ഉണ്ടാവും. പക്ഷെ എത്രയോ പദ്ധതികളിവിടെ, എത്രയോ വലിയ ആൾക്കാർ ഇവിടെ അങ്ങനത്തെ നിരത്തിയിട്ടൊക്കെ വലിയ ബിൽഡിംഗ് വലിയ ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധത ആക്കാതിരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ അവർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. സാധാരണപ്പെട്ടവരാകുമ്പോഴാണല്ലോ സർക്കാരിന് അവരുടെ മേലിൽ കുതിരയേറാനോ അല്ലെങ്കിൽ പേടിപ്പിച്ച് നിർത്താനും ഒക്കെ കഴിയുന്നത്. വീട് വെക്കുന്നതിന്റെ ഇരട്ടി പൈസ ആയിരിക്കും ഇതൊന്ന് ശരിയാക്കാൻ പല ആൾക്കാർക്ക്. അല്ല, വലിയ ആളുകൾ വരുമ്പോൾ വലിയ കമ്മീഷൻ അല്ലേ വരുന്നത്. ചെറിയ ഒരു വസ്തു തന്നെ നികത്തി വരുമ്പോഴത്തേക്കും വലിയൊരു കമ്മീഷനായിരിക്കും അതിൽ നിന്ന് ഒഴുകുന്നത്. അപ്പം കമ്മീഷൻ കൈപ്പറ്റാൻ ഇവർക്കെല്ലാം പൈസ ഉണ്ടല്ലോ, അധികാരമുണ്ടല്ലോ. അപ്പം അവരുടെ ആ അധികാരം, ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ച് അവർ സാധാരണപ്പെട്ടവന്റെ മെക്കിട്ട് കയറുകയും ഇതേ കൂട്ടുള്ള വലിയ ആളുകൾക്കെതിരെ രഹസ്യമായിട്ട് പിന്തുണ നൽകുകയും ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള സാധാരണപ്പെട്ട ആളുകൾക്കായിട്ട് മറ്റൊരു പദ്ധതി സർക്കാർ രൂപീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്.